ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോയുമായിട്ടാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണ്. അത് നന്നായി ക്ലീൻ ചെയ്ത് ഏകദേശം 8 മണിക്കൂറോളം നന്നായിട്ട് കുതിർത്തെടുത്തു. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഏകദേശം ഒരു 5 മിനിറ്റിന് മുകളിൽ നന്നായിട്ട് അരച്ചെടുത്തു. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒരുപാട് കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് മാവിനെ അരച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇതേ ജാറിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് പഞ്ചസാരയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പച്ചരി മാവിലേക്ക് ഞാൻ കുറച്ച് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ഈസ്റ്റ് ചേർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ മാവ് അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ഈസ്റ്റ് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈസ്റ്റൊക്കെ നന്നായിട്ട് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ മാവിനെ മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ മാവെടുക്കുക. അതിനുശേഷം നമുക്കതിനെ മൂടി വയ്ക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും മൂടി വയ്ക്കണം. ഞാൻ തലേദിവസം രാത്രിയാണ് അരച്ച് വെച്ചത്. പിറ്റേന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതേപോലെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി ഏകദേശം കുറച്ച് മാവ് കളയേണ്ടി വന്നു. ഏകദേശം പൊങ്ങി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഈ മാവിനെയൊക്കെ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 3-4-5 ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു വട്ടപാത്രം എടുക്കുക. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷേപ്പിലുള്ള പാത്രമാണ് ഞാൻ എടുത്തത്. ഈ പാത്രം നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് ഒരു 2-3 തുള്ളിക്ക് എണ്ണയും കൂടെ ഒഴിച്ച് ഈ പാത്രത്തിൻ്റെ 4 സൈഡിലേക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഈ പാത്രത്തിൽ നിന്ന് വട്ടയപ്പം പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രം വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ മാവിനെ തട്ടിലേക്ക് വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതേപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. എനിക്കിവിടെ 2 പാത്രത്തിൽ ഒഴിക്കാനായിട്ടുള്ള മാവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് 2 പാത്രം വേവിച്ചെടുത്തു. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. തൊട്ടുമ്പം തന്നെ അറിയാൻ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇവിടെ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. നല്ല സോഫ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.